നമ്മൾ ഈ കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചിട്ടാണോ പോകുന്നത്? അദ്ദേഹത്തിനെതിരായി ഒരു നടപടി ഉണ്ടായിരുന്നു, 2 പേർക്കെതിരായി നടപടി ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചു ആ നടപടി പിൻവലിക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എതിരായി നടക്കുന്ന അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സസ്പെൻഷൻ റിവോക്ക് ചെയ്തവരെ സർവീസിൽ വെച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലുള്ള സർവീസിലെ എണ്ണം ഭയങ്കര കുറവാണ്. ഒരുപാട് പേര് ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. അവിടുത്തെ കമ്പൽസറി സർവീസ് ഉണ്ട് ചിലർക്ക്. അത് കഴിഞ്ഞിട്ടും അവർ കേരളത്തിലേക്ക് വരാൻ മടിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട്. ഇവിടെ പലർക്കും നമ്മൾ ചാർജ് കൊടുത്തിട്ട് അഡീഷണൽ ചാർജാണ് വേറെ പല വകുപ്പുകളിലേക്കും കൊടുത്തിരിക്കുന്നത്. സർക്കാർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സെക്രട്ടറിമാരുടെയും സ്പെഷ്യൽ സെക്രട്ടറിമാരുടെയും IAS ഉദ്യോഗസ്ഥന്മാരുടെയും നിയമനങ്ങൾ നടത്തുന്നത്. താൽക്കാലിക വിസി നിയമനം, അതിൽ സർക്കാർ കൃത്യമായ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു പട്ടിക പോലും നൽകിയിരുന്നില്ല എന്നുള്ളത് ഉയരുന്ന ഒരു ആക്ഷേപം. മറ്റൊന്ന്, ഗവർണറുടെ നടപടികളെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ച P. അശോകനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കി എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. ഞാനിത് പറഞ്ഞല്ലോ, ഈ ഗവർണർ ഇതുപോലെ യൂണിവേഴ്സിറ്റികളിൽ ആളുകളെ നിയമിക്കാൻ തുടങ്ങിയത് ഞങ്ങൾ വന്നതിന് ശേഷമാണോ? അല്ലല്ല, ഞാൻ എന്ത് ഇത്ര അസ്വസ്ഥത? ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഞാൻ തുടങ്ങിയുള്ളൂ മറുപടി. അങ്ങ് പറയുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു, ഇല്ലേ? മുഴുവൻ കേട്ടോണ്ടിരുന്നു. 4ാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിലും ഞാൻ കേട്ടോണ്ടിരുന്നു മുഴുവൻ. ഞാൻ പറയാൻ അനുവദിക്കണ്ടേ? അപ്പോൾ അത് യൂണിവേഴ്സിറ്റികളിൽ നിയമിക്കാൻ തുടങ്ങിയത് എന്ന് നിയമിക്കാൻ തുടങ്ങിയതാ? സിൻഡിക്കേറ്റിൽ എത്ര നിയമനങ്ങൾ നടത്തി? കേരളത്തിലെ എല്ലാ സിൻഡിക്കേറ്റുകളിലും എത്ര വൈസ് ചാൻസലർമാരുടെ പ്രശ്നങ്ങളുണ്ടായി? ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. ഇത് ഞങ്ങളിപ്പോൾ പുതിയതായി ഉണ്ടാക്കിയിരിക്കുന്ന, ഞങ്ങൾ വരുന്നതിന് മുമ്പ് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പോയതാണ്. പാനൽ ആരാ കൊടുക്കേണ്ടിയിരുന്നത്? കഴിഞ്ഞ സർക്കാരാണ് കൊടുക്കേണ്ടിയിരുന്നത്, പാനൽ കൊടുക്കേണ്ടിയിരുന്നത്, അല്ലേ? അവർ നിയമിച്ചു. അപ്പം ഞങ്ങളത് പരിശോധിക്കും. ഇത് പുതിയ കാര്യം. ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ ഗവർണർ കാവ്യവൽക്കരണമായിട്ട് ഇറങ്ങി എന്നുള്ളതല്ലല്ലോ. LDF ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്ന കാലത്ത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ വിഷയം ഉണ്ടായല്ലോ. എല്ലാ വിഷയവും അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുണ്ടായ സംഭവമല്ലേ. സർക്കാർ അത് പരിശോധിച്ച് ഞങ്ങളെ കൊണ്ട് നിയമപരമായി എടുക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അല്ല, ഞങ്ങളത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം വന്ന ഈ പോർട്ടലിൽ ഇത് ചേർത്തതോടുകൂടി വഖഫ് ഭൂമിയാണെന്ന് അവസാനത്തെ വഖഫ് ബോർഡ് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഗവൺമെൻറ് വരുന്നതിൻ്റെ ഇടയിൽ ഒരു തീരുമാനം എടുത്തല്ലോ, ഒരു ഡിസിഷൻ എടുത്തല്ലോ. അല്ല, നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുമായിട്ട് സമരസമിതിയുടെ ആളുകളുമായിട്ട് സംസാരിച്ചു. എല്ലാവരുമായിട്ടും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനം ഉണ്ടാവും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം വാർത്തകൾ വരികയാണ്. ഓരോരുത്തരും ഇഷ്ടമുള്ള വാർത്തകൾ കൊടുക്കുക. ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾ തീരുമാനം എടുക്കും. ഞങ്ങൾ എടുക്കാത്ത തീരുമാനത്തിന് വാർത്ത വരികയാണ്. അതിൽ ലേബർ കോഡിൻ്റെ വിഷയമുണ്ട്, 2 PMCയിലെ വിഷയമുണ്ട്, 3 PMAYയിലെ വിഷയമുണ്ട്. ഞങ്ങൾ ആ തീരുമാനം എടുക്കും. ഞങ്ങൾ അന്ന് എതിർത്തത് എന്താ? PMC ഒരു കാരണവശാലും അതിൽ പങ്കുചേരില്ല എന്ന് നിരന്തരം പ്രഖ്യാപിച്ചൊരു ഗവൺമെന്റ് മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ പോയി എഗ്രിമെന്റ് വെച്ചില്ലേ? എന്നിട്ട് മന്ത്രിസഭാ യോഗത്തിൽ വന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുകയാണ്. അവർക്ക് 2 പേർക്കും അറിയാം ഇത് ഒപ്പുവെച്ചത്. ബാക്കി CPI മന്ത്രിമാർ ആവേശത്തോടെ പറയാണ് ഇതിൽ ഒപ്പുവെക്കരുത്. അപ്പോൾ ഒപ്പുവെച്ചിട്ട് വന്ന മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടി കൊടുത്തില്ല മന്ത്രിസഭയിൽ. മറ്റവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മന്ത്രിസഭാ അംഗങ്ങളെ പോലും അറിയാതെ മന്ത്രിസഭയുടെ പെർമിഷൻ പോലും എടുക്കാതെയാണ് വെച്ചത്. അത്രയും നാള് PMCയിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞ് 1 ഫൈൻ മോർണിംഗ് പോയി ഒപ്പുവെച്ചപ്പോൾ
മന്ത്രിസഭയെ പോലും വിശ്വാസം എടുക്കാതെ ഒപ്പുവെച്ചപ്പോഴാണ് ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തത്. ഇപ്പം അവർ ഒപ്പുവെച്ചൊരു ഗവൺമെന്റ് കണ്ടിന്യൂവേഷനാണ്. അപ്പം നമ്മൾ പരിശോധിക്കണം, അതിൻ്റെ അകത്ത് ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട് ഒരു സ്റ്റേറ്റിന്, അല്ലേ? വ്യക്തികളല്ലല്ലോ പോയി ഒപ്പുവെച്ചത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഒപ്പുവെച്ചത്. ഗവൺമെൻറ് ഓഫ് കേരളയാണ് ഒപ്പുവെച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള, ഞങ്ങൾ ഭരണതലത്തിലെ ആളുകൾ മാറിയെന്നല്ലാതെ ഗവൺമെൻറ് ഓഫ് കേരള തന്നെയാണ് ഞങ്ങളുടെ പൊസിഷൻ. അപ്പം ഇതിനകത്ത് ലീഗൽ പൊസിഷൻ എന്താണ്, അതിലെങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് പഠിക്കാതെ ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞങ്ങൾ പറഞ്ഞത് തന്നെ, നിങ്ങൾ എന്നോടന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞല്ലോ. മോഡിയെ കാണാൻ പോയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിച്ചതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, റെയ്ഡൊക്കെ നടത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു കേസ് രജിസ്റ്റർ ചെയ്ത് നടക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കോടതിയിൽ അവർ പോയി, ഹൈക്കോടതിയിൽ ഇത് അന്വേഷണം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. കോടതി ആ പെറ്റീഷൻ റിജക്റ്റ് ചെയ്തു. എന്നിട്ട് അന്വേഷണം തുടരാൻ പറഞ്ഞു. ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും പോയി. ഡിവിഷൻ ബെഞ്ചും ആ പെറ്റീഷൻ റിജക്റ്റ് ചെയ്തു. വീണ്ടും അന്വേഷണം നടത്താൻ പറഞ്ഞു. എന്നിട്ട് ഇ ഡി എങ്ങനെ അന്വേഷിക്കണം, ഇ ഡി റെയ്ഡ് നടത്താമോ, ഇ ഡി ചോദ്യം ചെയ്യാമോ, സമൻസ് അയക്കാമോ എന്നൊക്കെ പറയാൻ കേരള ഗവൺമെന്റിന് എന്ത് ജൂറിസ്ഡിക്ഷനുള്ളത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേ അഭിപ്രായമല്ലേ ഇപ്പോൾ ഈ സമൻസ് അയച്ചതിനെ കുറിച്ച് CPM പറഞ്ഞേക്കണത്? CPM പറഞ്ഞ എന്താ അഭിപ്രായം? നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ CPM നേതാക്കൾ ഇപ്പോൾ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് ഇപ്പോഴത്തെ CPM നേതാക്കളുടെ പ്രതികരണം. അത് തന്നെയല്ലേ ഞാനന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞത് ഇവർ രണ്ടാമത് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ല, ആ നിലപാട് വന്നപ്പോഴും ഞങ്ങൾ അന്വേഷണമായിട്ട് സഹകരിക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയമായ കേസാണെങ്കിൽ CPM-ന് രാഷ്ട്രീയമായി അതിനെ എതിർക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇ ഡി റെയ്ഡ് ചെയ്യാൻ വരുമ്പോൾ ഇ ഡിയുടെ വണ്ടി തല്ലി പൊളിക്കുക, അതിൻ്റെ അതിരിക്കുന്ന ആളുകളെ അടിച്ച് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ്. അവിടെ പോലീസ് ഇടപെടും. അതൊന്നും നടക്കില്ല കേരളത്തിൽ, അതൊന്നും നടക്കില്ല. അതിലിടപെടും. നമ്മൾ 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ഇൻട്രോഗേറ്റ് ചെയ്തില്ലേ? അവരവിടെ പോയിരുന്നില്ലേ? മനസ്സിലായില്ലേ? കേസല്ലേ. ഇപ്പൊ CPM നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഇഷ്ടിക കയ്യിലെടുത്തില്ലല്ലോ സമൻസ് അയച്ചപ്പോ. ഇഷ്ടിക കയ്യിലെടുത്തോ? ഇഷ്ടിക കയ്യിലെടുത്തില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് അത് മാത്രമേ ഞാനും പറഞ്ഞുള്ളൂ അന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.